പ്രിയ സുഹൃത്തുക്കളെ, വളരെ കൗതുകകരമായ അല്ലെങ്കിൽ വളരെ രസകരമായ, കേട്ടാൽ ആരും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത ചില സംഗതികളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഭയങ്കര കലാപരിപാടിയാണ് എന്നറിയാമല്ലോ. നേരിട്ട് കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്ന പലരും ഈ അകത്ത് കത്തി പുറത്ത് പത്തി എന്ന് പറഞ്ഞ രീതിയിലുള്ളവരാണ്. ഏതൊരു സ്ഥാനാർത്ഥിയോട് ചോദിച്ചാലും അവർക്ക് വഞ്ചനയുടെ, നന്ദികേടിൻ്റെ, കാലുവാരലിൻ്റെ നിരവധി കഥകൾ പറയാനുണ്ടാവും. കാരണം കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ ചിരിച്ചുകൊണ്ട് ഇയാളുടെ കഴുത്തറക്കുക. ചിലർ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യും, ചിലരെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ എതിർ സ്ഥാനാർത്ഥിക്ക് ഊറ്റി കൊടുക്കും, ചിലർ നമ്മളെ കഴിയാവുന്ന രീതിയിൽ കാലുവാരും. അപ്പോൾ ഇതൊക്കെ സാധാരണ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചില ഘടകകക്ഷികളും സ്വന്തം പാർട്ടിയിൽ തന്നെ പിന്നെ ഗ്രൂപ്പുകാരും ഇതേ പരിപാടി പലപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡലമായ ചാലക്കുടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PC ചാക്കോ അവസാനമായിട്ട് മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സിലെ എല്ലാ ഗ്രൂപ്പുകാരും ഒറ്റയായിട്ടും കൂട്ടായിട്ടും ചാക്കോയുടെ കാലുവാരിയും അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. എല്ലാവരും ചാക്കോയുടെ നിന്ന് കാശ് വാങ്ങിച്ചെടുക്കുകയും ചാക്കോയ്ക്ക് ഇട്ട് പണി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തോക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ചാക്കോ തോറ്റതും ചാക്കോയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സിനിമാ നടൻ ഇന്നസെൻറ്റ് ജയിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഓരോ തെരഞ്ഞെടുപ്പിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തെക്കുറിച്ചാണ്. മഞ്ചേശ്വരത്ത് സമീപ ദിവസങ്ങളുണ്ടായ തമാശകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് MLA മത്സരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ആ സ്ഥാനാർത്ഥിയുടെ അതേ പേരുള്ള ഒരു SDPIയുടെ സ്ഥാനാർത്ഥി പത്രിക കൊടുക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. നമ്മുടെ മീഡിയ വൺ ചാനൽ ഇത് വലിയ ആഗോള പ്രശ്നമാക്കി മാറ്റി അദ്ദേഹത്തെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ സ്ഥാനാർത്ഥി പറയുന്ന അനുസരിച്ചാണെങ്കിൽ SDPIയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ മീതെ വിവിധ മുസ്ലിം സമുദായ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തി. സാക്ഷാൽ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ, അതായത് PK കുഞ്ഞാലിക്കുട്ടി തന്നെ വിളിച്ച് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി, പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ്. ഏതായാലും സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. അപ്പം തന്നെ നമുക്ക് സംശയമുണ്ട്, ഈ പത്രിക പിൻവലിക്കുന്നതുകൊണ്ട് പ്രശ്നം തീരുമോ എന്ന കാര്യത്തിൽ. കാരണം അവിടെ നേരത്തെ തന്നെ ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷാനവാസ് പാദൂരിൻ്റെ പേരാണ് SDPI അവിടെ നേരത്തെ മുന്നോട്ട് വെച്ചത്. ഷാനവാസ് പാദൂരാണ് LDF സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഷാനവാസിനായിരിക്കും എന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചു. ആ ലീഗിനായിരിക്കില്ല എന്ന് വ്യംഗ്യം. ഈ മഞ്ചേശ്വരത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കുറച്ച് കഠിനമായിരിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് നൽകിയ ഒരു ധാരണ അനുസരിച്ച് ഈ മഞ്ചേശ്വരത്ത്, കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിൽ SDPIക്കാരും ലീഗുകാരും തമ്മിൽ ബദ്ധശത്രുക്കളാണ്. നാനൂർ രാമ, നീനു റാവണ, നമ്മൾ തമ്മിൽ ബദ്ധ വൈരികളാണ്, പിന്നെ തെറിയാണ്. ഞാനിപ്പോൾ ആ ഭാഗം പറയുന്നില്ല എന്ന് യക്ഷഗാനത്തിലൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് അവിടെ ഈ ലീഗും SDPIയും തമ്മിലും തുല്യ നിലയിൽ പ്രാവർത്തികമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മഞ്ചേശ്വരത്ത് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത്യുത്തര കേരളത്തിൽ നിലനിൽക്കുന്നു. ലീഗിൻ്റെ പ്രധാന ശത്രു SDPIയാണ്. SDPIയുടെ കാണപ്പെട്ട ഏറ്റവും വലിയ ശത്രു ലീഗുമാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ SDPIയുടെ സ്ഥാനാർത്ഥികളെയൊക്കെ ലീഗുകാർ നമ്പറിട്ട് അടിച്ച് തോൽപ്പിച്ചു. അവരെ ദയനീയമായിട്ട് തോൽപ്പിച്ചു. കാരണം ലീഗ് ഒരു വലിയ പാർട്ടിയും SDPI ചെറിയ പാർട്ടിയുമാണ്. അപ്പോൾ ഈ ചെറിയ പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ജയിക്കണമെങ്കിൽ മറ്റ് ചില പാർട്ടികൾ എന്തെങ്കിലും ചെറിയ സഹായമൊക്കെ കിട്ടും. അങ്ങനെ യാതൊരു സഹായവും കിട്ടാത്ത അവസ്ഥയിലാക്കി SDPIയെ ദയനീയമായിട്ട് തോൽപ്പിച്ചാരാണ് ലീഗുകാരാണ്. അങ്ങനെ ലീഗ് SDPIയും തമ്മിൽ വലിയ പക നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് പുതിയൊരു സംഭവമേ അല്ല. 2016-ലും 2021-ലും ഈ സാക്ഷാൽ സൂഡാപ്പികളുടെ വോട്ട് കിട്ടിയത് BJPക്കാണ്. കാരണം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ BJPക്ക് വോട്ട് ചെയ്തു. അത്രയും ശത്രുതയാണ്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സൂഡാപ്പിയുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മംഗളകർമ്മം നടക്കുകയാണെങ്കിൽ നാട്ടിലുള്ള ബാക്കി ആളുകളെയൊക്കെ വിളിക്കും. കോൺഗ്രസ്സുകാരെ വിളിക്കും, CPMകാരെ വിളിക്കും, BJPക്കാരെ വിളിക്കും. സ്വാഭാവികമാണല്ലോ, നമ്മളൊരു മംഗളകർമ്മം നടക്കുമ്പോൾ പാർട്ടി അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കില്ല.
പക്ഷേ ലീഗുകാരെ വിളിക്കുകയില്ല. ഇനി വിളിച്ചാലും ലീഗുകാർക്ക് പോകാൻ പറ്റുകയില്ല. അത്രയും സ്നേഹബന്ധമാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ളത്. കല്യാണത്തിന് വിളിച്ചാൽ പോകാത്ത ഗ്രൂപ്പ് ഞങ്ങളുടെ ആലുവയിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴൊന്നും അറിയില്ല. എ ഗ്രൂപ്പുകാരുടെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചാൽ ഐ ഗ്രൂപ്പുകാർ പോകില്ല, ഐ ഗ്രൂപ്പുകാരുടെ അവിടെ വിളിച്ചാൽ എ ഗ്രൂപ്പുകാരും പോകില്ല. അവിടുത്തെ ഒരു പ്രമുഖനായ എ ഗ്രൂപ്പുകാരൻ്റെ മകൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാ എ ഗ്രൂപ്പുകാരും ഉണ്ട്, പക്ഷേ ഒറ്റ ഐ ഗ്രൂപ്പുകാരനും കാണില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരാളുടെ രഹസ്യമായിട്ട് ചോദിച്ചു എന്ത് പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പുള്ളി, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഇന്ന ചേട്ടൻ ചെയ്തത് ശരിയായില്ല, പുള്ളി ഐ ഗ്രൂപ്പുകാരെ ഒറ്റാളെയും വിളിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഈ എ ഗ്രൂപ്പുകാരൻ എൻ്റെ ഒരു കക്ഷിയാണ്. അത് പുള്ളി 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ ഐ ഗ്രൂപ്പുകാരും വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ തെണ്ടികളെ പറ്റി വിളിച്ചില്ല, എന്തിനാ വിളിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ആലുവയിലെ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏതാണ്ട് ഒരു സാക്ഷ്യപത്രം. അപ്പോൾ ഏതാണ്ട് ഇതുപോലത്തെ ഒരു ബന്ധമാണ് മഞ്ചേശ്വരത്ത് ലീഗും സുഡാപ്പിയും തമ്മിലുള്ളത്. അപ്പോൾ ലീഗുകാരെ തോൽപ്പിക്കാനായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ, ശരിയാവാനേ തരവുള്ളൂ. പുള്ളി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം കൽപ്പിച്ചുകൂടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ മഞ്ചേശ്വരത്തുള്ള സർവ്വ സുഡാപ്പികളുടെ വോട്ട് ഹിന്ദു ഹൃദയ സാമ്രാട്ട് സാക്ഷാൽ കെ സുരേന്ദ്രനായിരിക്കും. താമര ചിഹ്നത്തിലായിരിക്കും. താമര കൊമ്പിളല്ലോ മമ ഹൃദയം എന്ന പാട്ടാണ് ഇപ്പോൾ കന്നഡയും തുളുവും കലർന്ന മലയാളത്തിൽ മഞ്ചേശ്വരത്തെ സുഡാപ്പികൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വന്നിട്ടില്ല എന്ന് എനിക്കറിയാം. എൻ്റെ സുഹൃത്തിനെ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ സുഡാപ്പികളും ലീഗുകാരും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇത് സംഭവ്യമാണ്. അവർ താത്വികമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി ജയാനന്ദക്കാണെങ്കിലും പ്രായോഗികമായിട്ട് ചെയ്യാൻ പോകുന്നത് ലീഗുകാരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ കെ സുരേന്ദ്രനായിരിക്കും.